അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ബഖറ 176-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. ആയത്തിൻ്റെ പൊതുവായ ആശയം, അല്ലാഹു തആല ഹക്കായ നിലക്ക് വേദഗ്രന്ഥം ഇറക്കി എന്നതാണ് അതിന് കാരണം. കിതാബിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ അവർ അതിവിദൂരമായ ഭിന്നിപ്പിൽ തന്നെയാകുന്നു എന്നാണ് ആയത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയം. തൊട്ട് മുമ്പത്തെ 2 ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹു ഇറക്കിയ വിധിവിലക്കളെ, വിശ്വാസങ്ങളെ, വേദഗ്രന്ഥത്തിലെ അധ്യാപനങ്ങളെ മറച്ചുവെക്കുകയും അത് വിറ്റ് ഐഹികമായ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയെപ്പറ്റിയായിരുന്നു. അവർ യഥാർത്ഥത്തിൽ നേടുന്നത് ളലാലത്താണ്, അദാബുമാണ്. ഫമാ അസ്ബറഹും അലന്നാർ. എങ്ങനെയാണ് അവർക്ക് നരകം സഹിക്കാനാവുക, ക്ഷമിക്കാനാവുക എന്ന് പറഞ്ഞു. അപ്പോൾ റബ്ബിൻ്റെ വചനങ്ങളെ മൂടിവെക്കുന്ന ആളുകൾ, വേദഗ്രന്ഥത്തിലെ നിയമങ്ങളെ മറച്ചുവെക്കുകയും തെറ്റായി അതിനെ ദുരുപയോഗം ചെയ്യുകയും അത് വിറ്റ് ഭൗതികമായി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ശിക്ഷയുള്ളത്? അതാണ് ദാലിക ബിഅന്ന അല്ലാഹ നസ്സല കിതാബിൽ ഹഖ്. ദാലിക, അതിനു കാരണം, അങ്ങനെ അവർ ശിക്ഷിക്കപ്പെടാൻ കാരണം, വേദഗ്രന്ഥത്തെ മറച്ചു വെച്ചാൽ കുറ്റകരമായി മാറാനുള്ള കാരണം ബിഅന്ന അല്ലാഹ നസ്സല കിതാബിൽ ഹഖ്. അല്ലാഹു തആല ഈ കിതാബ് ഇറക്കിയത് ഹക്കുമായി കൊണ്ടാണ്, ഹക്കായ നിലക്കാണ്, ഹക്കായ നിയമങ്ങളാണ്, ഹക്കാണ് ഈ കിതാബ് പഠിപ്പിക്കുന്നത്. അത് മൂടിവെക്കുക എന്ന് പറഞ്ഞാൽ ബാത്തിലാണ്. അതുകൊണ്ട് ഐഹികമായി ലാഭമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബാത്തിലാണ്. അതുകൊണ്ട് ആ ഹക്കായി അവതരിപ്പിച്ചതിനെ ബാത്തിലാക്കി മാറ്റൽ ശിക്ഷാർഹമാണ് എന്നാണ് ഈ ആയത്തും കഴിഞ്ഞ ആയത്തും തമ്മിലുള്ള ബന്ധമെന്നാണ്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് തഫ്സീറിൽ പറയുന്നു, ദാലിക എന്ന് പറഞ്ഞാൽ മുഷാറു ഇലൈഹി മാ ദുകിറ മിൻ ജസാഇഹിം. ദാലിക, അത് എന്ന് പറഞ്ഞല്ലോ, അഥവാ മേലെ പറഞ്ഞ ആ അവർക്ക് ലഭിക്കുന്ന നരകമാകുന്ന പ്രതിഫലം, അതിന് കാരണം ഇതാകുന്നു എന്നർത്ഥം. അവർക്ക് അദാബുണ്ടെന്ന് പറഞ്ഞു, അവർക്ക് അല്ലാഹു തആല നോക്കുകയില്ല എന്ന് പറഞ്ഞു, അവർ വലാ യുകല്ലിമുഹും അല്ലാഹു സംസാരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് കാരണം ദാലിക, അതിന് കാരണം ബിഅന്ന അല്ലാഹ നസ്സല കിതാബിൽ ഹഖ് എന്നർത്ഥം. അല്ലാഹു തആല കിതാബ് ഇറക്കിയ ഹക്കുമായിട്ടാണ് എന്നതിനാലാകുന്നു. ബിഅന്ന അല്ലാഹ, ദാലിക ബിഅന്ന അല്ലാഹ. അൽ ബാഉ ലിസ്സബബിയ്യ എന്നാണ്. ഇവിടുത്തെ ബാ സബബിയ്യത്തിൻ്റെ ബാ ആണ്. വ്യത്യസ്ത അർത്ഥങ്ങളിൽ അറബി ഭാഷയിൽ ബാ എന്ന പദം പ്രയോഗിക്കലുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രയോഗമാണ് ഇവിടെ സബബിയ്യ. അതിന് കാരണം ഇതാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാ ഉണ്ട്. അതാണ് ദാലിക ബിഅന്നല്ലാഹ, അല്ലാഹു തആല ഇറക്കി എന്നതാണ് കാരണം. അല്ലാഹു വേദഗ്രന്ഥം ഇറക്കിയത് ഹക്കുമായിട്ടാകുന്നു എന്ന കാരണത്താലാണ് അവർ ഈ ശിക്ഷയ്ക്ക് അർഹരായി മാറുന്നത് എന്നർത്ഥം. ഇവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി പറയാണ്, ഖദ് തഖൂൽ മാ ഹുവ റാബിതു ഹുനാ ബൈന സബബി വൽ മുസബ്ബബ്. ഇവിടെ സബബും മുസബ്ബബും തമ്മിൽ എന്താണ് ബന്ധം? അഥവാ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു, അതാണ് മുസബ്ബബ്, കാര്യം. കാരണം എന്താണ്? അല്ലാഹു വേദഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് തമ്മിൽ എന്താ ബന്ധമുള്ളതാണ്? അല്ലാഹു വേദഗ്രന്ഥം ഇറക്കി, അതിനാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തമ്മിൽ ബന്ധപ്പെടും എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. അവിടെ വ്യക്തമായ ബന്ധമുണ്ട്. ലിഅന്നഹു മാ ദാമൽ കിതാബു നാസിലൻ ബിൽ ഹഖ് ഫഹൽ മിൻ ലായിഖ് ബിഹാദ കിതാബി
അൽ മുനസ്സലി ബിൽ ഹഖ് അൻ യുക്തം. അല്ലാഹു തആല ഹക്കുമായി ഒരു കിതാബ് ഇറക്കുന്നു എങ്കിൽ പിന്നെ ആ കിതാബിനെ മടച്ചു വെക്കുക, അത് ആൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നതൊരിക്കലും അനുയോജ്യമല്ലല്ലോ. അപ്പോൾ അവർ ചെയ്തത് തെറ്റായ കാര്യമാണ്. അത് വിശദീകരിച്ച് കൊടുക്കലാണ് വാജിബായത്. പക്ഷേ അതിന് പകരം അവർ അത് മൂടിവെക്കുകയാണ് ചെയ്തത്. ഇവിടെ കിതാബിൽ അനിൽ കിതാബ് ഹഖ്ഉൻ നസല ബിൽ ഹഖ് മുസാഹിബൻ ലഹു വഹാകിമൻ ബിഹി. അല്ലാഹു തആല ഈ കിതാബ് ഇറക്കിയത് ഹക്കുമായി കൊണ്ടാണ്. അതിൽ ഹുക്കുമുകളെല്ലാം ഹക്കായ ഹുക്കുമാണ്. അതിൽ മുഴുവൻ അധ്യാപനങ്ങളും ഹക്കായ ഹുക്കുമാകുന്നു. അതുകൊണ്ട് അതിൽ എവിടെയും ബാത്തിലില്ല. ഫലൈസ നുസൂലുഹു ബാത്തില, അതിന് അവതരണം ബാത്തിലല്ല. വഹാകിമൻ ബിൽ ഹഖ് അയ്ളാ, ഖുർആൻ വിധിക്കുന്ന കാര്യം, തൗറാത്ത് വിധിക്കുന്ന കാര്യം, ഇഞ്ചീൽ വിധിക്കുന്ന കാര്യം ഹക്കായ കാര്യമാണ്. ഫലൈസ ഹുക്മുഹു ജാഇറ, അപ്പോൾ അതിലെ ഒരു വിധിയും അന്യായമായതുണ്ടാവുകയില്ല. വകദാലിക മുഖ്ബിറൻ ബിൽ ഹഖ്, വേദഗ്രന്ഥങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഫലൈസ ഖബറുഹു കാദിബ, അതിലെ ഒരു ഖബറും കളവായതുണ്ടാവുകയില്ല. അല്ലാഹു തൗറാത്തിൽ പറഞ്ഞാലും ഇഞ്ചീലിൽ പറഞ്ഞാലും സബൂറിൽ പറഞ്ഞാലും ഖുർആനിൽ പറഞ്ഞാലും അല്ലാഹ് പറഞ്ഞോ അതെല്ലാം സത്യമാണ്. അല്ലാഹു വിധിച്ചുവോ ആ വിധിയെല്ലാം സത്യമാണ്. ഇതിൻ്റെ അവതരണവും സത്യമായ നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് നസ്സല കിതാബ ബിൽ ഹഖ് എന്ന് പറഞ്ഞത്. കിതാബ് ഇറക്കിയത് ഹക്കുമായിട്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവതരണം ഹക്കാണ്, അതിൽ നിയമങ്ങൾ ഹക്കാണ്, വിധികൾ ഹക്കാണ്, അതിൽ പറഞ്ഞ ചരിത്രങ്ങൾ പോലും ഹക്കാണ്. ഹക്കല്ലാത്ത ഒന്നുമില്ല. അങ്ങനെ അല്ലാഹു ഇറക്കിയൊരു വേദഗ്രന്ഥത്തെ മൂടി വെച്ച് മറച്ചു വെച്ച് ആളുകൾക്കിടയിൽ ദുരുപയോഗം ചെയ്ത് അത് വിറ്റ് കാശാക്കുക, അതുകൊണ്ട് ഭൗതികമായ ലാഭമുണ്ടാക്കുക എന്നത് വലിയ അക്രമമാണ്. അതിനാലാണ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നത് എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം. ദാലിക ബിഅന്ന അല്ലാഹ നസ്സല കിതാബിൽ ഹഖ്. ഇവിടെ അൽ കിതാബ് എന്നാണ് പറഞ്ഞത്. ആ കിതാബ് അൽ മുറാദ് ബിഹി ഹുന അൽ ജിൻസു. ഇവിടെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ എന്നത് മാത്രമല്ല അർത്ഥം, വേദഗ്രന്ഥങ്ങൾ എന്ന ആ ജിൻസ് മൊത്തമാണ് ഉദ്ദേശം. അല്ലാഹു തആല ഇറക്കിയ ഏതെല്ലാം കിതാബുണ്ടോ അതെല്ലാം ബാധകമാണ്. ദാലിക ബിഅന്ന അല്ലാഹ നസ്സല അൽ കിതാബ എന്ന് പറഞ്ഞാൽ അല്ലാഹു വേദഗ്രന്ഥം ഇറക്കിയത് ഹക്കുമായിട്ടാകുന്നു. അപ്പോൾ തൗറാത്തും ഇഞ്ചീലും സബൂറും എല്ലാം അത് ഉൾപ്പെടും. എല്ലാം അല്ലാഹ് ഇറക്കിയത് ഹക്കായ നിലക്കാണ്. പിന്നെ ആളുകൾ മാറ്റിയിട്ടുണ്ടാവാം, പിന്നീട് ആളുകൾ അതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടാവാം, അത് വേറെ കാര്യം. അല്ലാഹു അവതരിപ്പിച്ചതെല്ലാം ഹക്കായ നിലക്കാണ്. അപ്പോൾ ഉദ്ദേശം അൽ ഖുർആനു വ തൗറാത്തു വൽ ഇഞ്ചീലു വ ഗൈറുഹാ മിനൽ കുതുബ്, എല്ലാ വേദഗ്രന്ഥങ്ങളും ഉദ്ദേശിക്കപ്പെടുന്നു. ശേഷം അല്ലാഹു പറഞ്ഞു വ ഇന്നല്ലദീന ഇഖ്തലഫൂ, എന്നാൽ വ ഇന്നല്ലദീന ഇഖ്തലഫൂ അഭിപ്രായ വ്യത്യാസത്തിലായ ആളുകൾ എന്തിന് ഫിൽ കിതാബ് വേദഗ്രന്ഥത്തിൽ വീക്ഷണ വ്യത്യാസമുണ്ടായ ആളുകൾ ഇഖ്തലഫൂ ഫീഹി ഐ ഇഖ്തലഫൂ ഫീഹി ബി അൻ ഖാല ബഅദുഹും ഇന്നഹു ഹഖ്ഉൻ വഖാല ബഅദുഹും ഇന്നഹു ബാത്തിലുൻ. വേദഗ്രന്ഥത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ പ്രധാനമായും രണ്ട് അഭിപ്രായ വ്യത്യാസമാണ്. ഒന്ന്, ഇത് അംഗീകരിച്ച് വിശ്വസിച്ച് കൂടിയ ആളുകൾ. രണ്ട്, ഇത് തള്ളിക്കളഞ്ഞ് ഇത് തെറ്റാണ് എന്ന് വാദിച്ച ആളുകൾ. ഇത് രണ്ടുണ്ടാവുമല്ലോ. അതാണ് ഇത് ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസം. അവർ ലഫീ ശിഖാഖിൻ ബഈദ്, അതിവിദൂരമായ ഭിന്നിപ്പിലാകുന്നു. രണ്ട് കൂട്ടം ഒരു നിലക്കും യോജിക്കുന്ന വിഷയമില്ലാത്ത വേദഗ്രന്ഥം അംഗീകരിച്ച് സത്യപ്പെടുത്തിയവർ ഒരു ഭാഗത്തും അത് തള്ളിക്കളഞ്ഞ് അതിൽ അവിശ്വസിച്ചവർ മറ്റൊരു ഭാഗത്തുമാണ്. ഇത് തമ്മിൽ ഒരിക്കലും യോജിക്കുന്നതില്ല. അതൊരിക്കലും ഒരു രണ്ടും കൂടെ ഒത്തുപോകുന്ന പ്രശ്നമില്ല. ലഫീ ശിഖാഖിൻ ബഈദ്, ശിഖാഖ് എന്നാൽ ഭിന്നിപ്പ്, വേർതിരിവ്, പിളർപ്പ് എന്നൊക്കെ അർത്ഥം. ഷിഖാഖ്, ഷിഖ് എന്നാൽ ഒരു ഭാഗം എന്നാണ്. ഭിന്നിപ്പുണ്ടാകുമ്പോൾ ഒരാൾ ഒരു ഭാഗത്ത് നിൽക്കും, മറ്റൊരാൾ മറ്റൊരു ഭാഗത്ത് നിൽക്കും, രണ്ട് ഭാഗമായി മാറും. അതുകൊണ്ടാണ് ഷിഖാഖ് എന്ന പദം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. തർക്കങ്ങൾ, വീക്ഷണ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിലൊക്കെ ഷിഖാഖ് എന്ന് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഈ വേദഗ്രന്ഥത്തിൽ അഭിപ്രായ ഭിന്നതയിലുള്ള ആളുകൾ ലഫീ ശിഖാഖിൻ ബഈദ്, അതിവിദൂരമായ ഭിന്നിപ്പിലാകുന്നു അവരുള്ളത്. ഒരു നിലക്കും അവർക്ക് യോജിക്കാവുന്നൊരു മേഖല ഇല്ല എന്നർത്ഥം. മാത്രമല്ല ഈ ആയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നത്. ചിലരൊക്കെ വ്യാജമായ ഹദീസുമായി വരുന്നുണ്ട്. ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ, എൻ്റെ ഉമ്മത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ റഹ്മത്താണ്
കാരുണ്യമാണെന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജമായ റിപ്പോർട്ട് നബിയുടെ പേരിൽ ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് പറയുന്നു ലാ സിഹ്ഹത ലഹു വലാ യസിഹു, അത് സ്വഹിയല്ല, അതുകൊണ്ട് സ്വഹി ആവുകയുമില്ല എന്നാണ്. ആശയം വരെ സ്വഹിയല്ല. കാരണം അല്ലാഹു തആല എല്ലാ സ്ഥലത്തും ഭിന്നിപ്പ് പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. ഭിന്നിക്കരുത്, ഒന്നിക്കണം എന്നാണ് പഠിപ്പിച്ചത്. എങ്കിൽ പിന്നെ ഭിന്നിപ്പുകൾ റഹ്മത്താണ് എന്നൊരു ആശയം അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല, അതൊരിക്കലും ഉണ്ടാവുകയുമില്ല. എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ ഇജ്തിഹാദിയായ ചർച്ചകൾ ഉണ്ടാവും, ഫിഖ്ഹി വിഷയങ്ങളിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ. അതൊരു പക്ഷേ വേണമെങ്കിൽ ഒരർത്ഥത്തിൽ അത് ഖൈറുണ്ടെന്ന് പറയാം. കാരണം അവിടെ ഗവേഷണം ചെയ്ത പണ്ഡിതൻ അദ്ദേഹത്തെ തെറ്റുപറ്റിയാൽ പോലും ഒരു കൂലി കിട്ടുന്നു, അത് റഹ്മത്താണ്. അല്ലാതെ അവിടെയും ഭിന്നത റഹ്മത്തല്ല. അഭിപ്രായ വ്യത്യാസമുണ്ടായി, മുജ്തഹിദായ പണ്ഡിതൻ ഗവേഷണം ചെയ്തു, തെറ്റിലേക്കെത്തി, എന്നാലും ഒരു പ്രതിഫലം കിട്ടും. ശരിയിലേക്കെത്തിയാൽ 2 പ്രതിഫലവും കിട്ടും. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് റഹ്മത്തുണ്ടെന്ന് പറയാമെന്നല്ലാതെ ഈ ഭിന്നത റഹ്മത്താണ് എന്ന് പറയാൻ അവിടെയും വകുപ്പില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വിശദമായി തന്നെ ശേഷം ആ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഭിന്നിക്കുന്നതിനെ പറ്റി അള്ളാഹു അത് റഹ്മത്തില്ലായ്മയായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ പരിചയപ്പെടുത്തിയത്. ഏതായിരുന്നാലും അള്ളാഹു വേദഗ്രന്ഥം ഇറക്കിയത് ഹക്കായ നിലക്കാണ്. അത് ആശയങ്ങൾ ഹക്കാണ്, അവതരണം ഹക്കാണ്, ചരിത്രങ്ങൾ ഹക്കാണ്, വിധിവിലക്കുകൾ ഹക്കാണ്. ഇങ്ങനെ ഹക്കുമായി ഇറങ്ങിയ വേദഗ്രന്ഥത്തെ മറച്ചു വെച്ച് ബാറ്റിൽ ഉപയോഗിക്കുക എന്നത് വലിയ അപരാധമാണ്. അതിനാൽ വലിയ ശിക്ഷക്കവർ കാരണക്കാരാണ്, അർഹരാണ് എന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഹാദാ വല്ലാഹു അഅലം വഫഖനല്ലാഹു വബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.